ഹലോ ഗെയ്സ്, ഇന്ന് ശ്രീകൃഷ്ണൻ ജയന്തി ആയിട്ട് നമ്മൾ റിതുട്ടനെ കണ്ണനാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കുമായിരുന്നു. അവനുള്ള ഡ്രസ്സും കിട്ടിയായിരുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് നേരം കളിക്കുകയാണ്. എനിക്ക് ഒരുപാട് ടെൻഷനായിട്ടുണ്ടായിരുന്നു കേട്ടോ. ടെൻഷൻ അടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം ഒന്നിനും സമ്മതിക്കില്ലേ വിചാരിച്ചിട്ട്. കാരണം കുറച്ച് കുറുമ്പുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കൊടുന്ന് ഇരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ വേറെ കുട്ടികൾ മാറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണന് അങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ ഈ ലിഫ്റ്റിക്കൊക്കെ ഇട്ടപ്പോൾ ആൾക്ക് വലിയ പൊലിവാണ് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തരും. അങ്ങനെ ഫൈനലി ആയിട്ട് കണ്ണനായപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പിന്നെ കണ്ണനാക്കി കാണണമെന്ന്. അപ്പോൾ ആ മാലയും ആ ഓടക്കയിലും ഇതൊക്കെ കൈ കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഘോഷയാത്ര തുടങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ. കുറച്ച് എത്തിയപ്പോൾ കുറച്ച് കുറുമ്പൊക്കെ കൂടി. അപ്പോൾ തലേമത്തൊക്കെ ഓരോന്ന് അയച്ച് മാറ്റാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്കും അമ്മായി അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. വലിയ കുറുമ്പൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കുറുമ്പുണ്ടായി. എന്നാലും എത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ ഒന്നും സമ്മതിക്കില്ല എന്ന് തന്നെ വിചാരിച്ചിറങ്ങിയത്. പക്ഷേ ഋതുട്ടനും കൊണ്ട് ആ ഒരു കുഴപ്പമേ ഉണ്ടായിട്ടില്ല. എല്ലാത്തിനും നിന്ന് കൊടുത്തു കേട്ടോ, ഒരു വാശിയും കാണിക്കാതെ. അങ്ങനെ അവൻ ഞങ്ങൾ കുറച്ച് നേരം നടത്തി. അങ്ങനെ കുറച്ച് നേരം നടന്നുള്ളൂ. പിന്നെ ഞാൻ എടുക്കേണ്ടി വന്നു ഗേസ്. അവന് കുറച്ച് വാശി പിടിച്ച്. അങ്ങനെ കുറച്ച് നേരം നടന്നപ്പോഴേക്ക് പിന്നെ ഞങ്ങളവിടെ കളിയും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ലഡ്ഡു പൊട്ടി. ഞങ്ങൾക്ക് പിന്നെ ലഡ്ഡു കിട്ടിയ പിന്നെ ചുറ്റും ഒന്നും കാണൂല എന്നപോലെ വെണ്ണ കിട്ടിയില്ല. അതിന് പകരം ലഡ്ഡു കഴിച്ചുകൊണ്ട് കണ്ണനെ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്താറായിട്ടോ. അപ്പോഴേക്കും ആൾക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വന്നിട്ട് അവർ വാശിയായിരുന്നു. അപ്പോൾ ഞാൻ അമ്പലത്തിൽ എത്തുന്ന മുന്നേ ഉറങ്ങണ്ട വിചാരിച്ചിട്ട് വേഗം കുറച്ച് റോട്ടിലൊന്ന് ഇറക്കി അങ്ങനെ വെറുതെ കളിപ്പിച്ചു. പക്ഷേ അമ്പലത്തിൽ എത്തുന്ന മുന്നേ ഉറങ്ങിപ്പോയി ഗേസ്. അവനവിടെ ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊഴുതിട്ടൊക്കെ അങ്ങനെ വിട്ടുപോയി.